മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രന് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നു ഗോവർദ്ധനൻ. അവർ എന്തൊക്കെയോ ദേഷ്യത്തിലേക്ക് ഇങ്ങോട്ട് വന്നത് ബാലേട്ടൻ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തത്? ആ ലീനനെ പറഞ്ഞയച്ച് തറഞ്ഞിട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും ഞാൻ ചൂലെടുത്ത് അടിച്ചിറക്കി. അവിടെ വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ചേട്ടനെ കൂടെ എന്താണ്ടൊക്കെ കിടന്ന് കുശു കുശു പറയുന്നുണ്ടായിരുന്നു. നീ അതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. സ്ത്രീകളാരെങ്കിലും നിൽക്കണ്ടേ ഏട്ടത്തിൻ്റെ അടുത്തെന്ന് പറയും. സ്ത്രീകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അലീനയുണ്ട്, അലീന വരും എന്ന് പറയും. അത് അതവരുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കും. അവരെ ഇഷ്ടമൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാൽ മതി. അവരിഷ്ടത്തിനുണ്ടെങ്കിൽ അവർ വേറെ ആളെ കൊണ്ടൊന്ന് നിർത്തിക്കോട്ടെ എന്ന് പറയും. നീ അവരുടെ കാര്യം ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട, ബാലേട്ടൻ പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയും. എന്തായാലും സുലോചനോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഗോവർദ്ധനൻ പറയുന്നുണ്ട്. ആ ശരി എന്ന് പറയും. അതിനുശേഷം പിന്നെ അലീന ചായയും കോഴിക്കോട്ടൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛാ എന്ന് വിളിച്ച് വരുന്നുണ്ട്. ആ കയറി വായോ എന്ന് പറയും. അച്ഛൻ വല്ലതും കഴിച്ചോ? വിഷമത്തിൻ്റെ ഇടയിൽ വിശപ്പൊന്നും അറിയില്ല മോളെ എന്ന് പറയും. അതറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുമെന്ന് പറയും. നീ വല്ലതും കഴിച്ചോ? അച്ഛൻ്റെ അവസ്ഥ തന്നെയാണ് എൻ്റെ. ആ എന്നാൽ നീ ഇവിടെ ഇരിക്കുകയേ വേണ്ട, നീ വേഗം പോയി എന്തെങ്കിലും കഴിക്കുമെന്ന് പറഞ്ഞ് അലീനനെ ഉന്തി തള്ളി താഴത്തേക്ക് വിടുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹരി ഒരു പെണ്ണിനെ കാത്തു നിൽക്കുകയാണ്. പഴയ കാമുകി തന്നെയാണ് ശരണ്യ. എന്തായാലും കൂടെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ നടക്കുന്നുള്ള പ്രതീക്ഷയിലാണ്. ഇത്രയും നാൾ കൊണ്ടു നടന്നിട്ട് ഒന്നും നടക്കാത്തതിലൊരു നിരാശയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ രണ്ടും കൽപ്പിച്ച് ടൂറ് പോകാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അങ്ങനെ ആ പെണ്ണ് വരും. ആ പെൺകുട്ടി വന്നു കഴിഞ്ഞിട്ട് വണ്ടിയിൽ കയറും. ചോദിക്കുന്നുണ്ട് എവിടേക്കിന് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, നീ വായോ എന്ന് പറയും. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയ്ക്ക് മനു വരുന്നുണ്ട്. മനു നമ്മുടെ അലീനയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. വാതിലൊക്കെ തുറന്ന് കിടന്നായിരുന്നു, എന്നാലും കോണിമ്പെല്ലാം അടിച്ചിട്ടാണ് മനു അകത്തേക്ക് കയറുന്നത്. പിന്നെ വീണ്ടും കാണിക്കുന്നത് ഹരിശങ്കറിനെ. അപ്പോൾ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, പത്ത് എത്ര മണിക്കൂറായി? 10 കിലോമീറ്ററിൽ കൂടുതലായല്ലോ ഈ നടത്തന്തോ ഈ വണ്ടിമേൽ ഇങ്ങനെ കറക്കാൻ തുടങ്ങിയിട്ട്. എത്തിയില്ലേ? എത്തോടി ഇപ്പം എത്തും എന്ന് പറയും. അങ്ങനെ അതിമനോഹരമായൊരു റിസോർട്ടിലാണ് അവരെത്തുന്നത്. അപ്പോൾ ഇതാ നല്ല സ്ഥലം. ഇവിടെ എന്നിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ കാനനച്ചോലയിൽ ആടുമേയ്ക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആടെവിടെയെന്ന് ചോദിക്കും. ആടല്ലേ നീ എന്ന് പറയും. ആവശ്യത്തിന് ഇഷ്ടം പോലെ പുല്ലുണ്ട്, പുല്ല് കഴിക്കുക, വിശ്രമിക്കുക, റിലാക്സ് ചെയ്യുക. അയാൾ അങ്ങനത്തെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. പിന്നെ കാണിക്കുന്നത് വീണ്ടും അലീന മനുവിന് ചായയും കൊഴുക്കട്ടയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് മനുവിനോട് ചായ കുടിക്കാൻ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷോക്ക് വരുമ്പോൾ നമുക്ക് വിശപ്പൊന്നും അറിയില്ല എന്ന് പറയും. ഒന്നില്ലാഘാതമായ ഒരു പ്രേമത്തിൽപ്പെട്ടാൽ നമുക്ക് വിശപ്പും ദാഹവും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചു പോയാലും നമുക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടാവില്ല. അതേ ഒരു അവസ്ഥയാണ് എനിക്കിപ്പോൾ. ആൻറ്റിക്ക് അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി എൻ്റെ വിശപ്പും ദാഹവും ഒക്കെ എവിടേക്കോ പോയി എന്ന് മനു പറയുന്നു. എന്നിട്ട് മനു ചായയൊക്കെ എടുക്കണം, ചായ എടുത്ത് കുടിക്കുന്ന പലീനോട് മനു പറയുന്നുണ്ട്, ഞാനൊരു സോറി പറയാൻ വന്നതാണ് നിൻ്റെ അടുത്തേക്ക്. സോറിയോ എന്തിന്? എൻ്റെ അച്ഛനും അമ്മയും കൂടിയല്ലേ, സഹോദരനും കൂടിയിട്ടല്ലേ നിന്നെ വീണ്ടും വലിച്ചിറക്കി പുറത്താക്കിയത്. അത് സാരില്ല മനുവേട്ടാ, അങ്ങനെ മനുവേട്ടൻ എന്നോട് സോറി പറയണമെങ്കിൽ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഇനി അവർ നിന്നെ അങ്ങനെ ചെയ്യുന്നതാണോ പറയണേന്ന് ചോദിക്കും. പിന്നല്ലാതെ അവരുടെ മുന്നിൽ ഞാൻ ശത്രുവല്ലേ, ഞാൻ ആരെന്ന് അവർക്ക് അറിയില്ല, അതൊരു വശം. ഞാൻ ആരെന്ന് അറിഞ്ഞാൽ പോലും അവർക്കതിൻ്റെ ആവശ്യമില്ല, എന്നെ ആവശ്യമില്ല. ഞാനൊരു ആവശ്യമില്ലാത്തൊരു ജന്മമാണ്, ആരും അംഗീകരിക്കാത്തൊരു ജന്മമല്ലേ എൻ്റേത്. ആരെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇവിടെ തന്നെ അച്ഛൻ എന്നെ എത്രയോ എന്തോരം നാണോ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയേക്കണം അച്ഛൻ. അതിൻ്റെ ആവശ്യം അച്ഛന് ഉണ്ടോ? സത്യത്തിൽ അച്ഛൻ്റെ എതിരല്ലേ ഞാൻ? എന്നെ സ്നേഹിക്കേണ്ടതാണോ? എന്നെ ചവിട്ടി പുറത്താക്കേണ്ടത് അച്ഛനല്ലേ? എന്നിട്ടും അച്ഛൻ എന്നെ പിടിച്ചു നിർത്തിയേക്കണത് ശരിക്കും പറഞ്ഞൊരു ദേഷ്യത്തിനും മറ്റുള്ളവരോട് തീർക്കാനുള്ള ഒരു വൈരാഗ്യമായിട്ട് തന്നെയാണ്. എനിക്കറിയാം. എൻ്റെ അച്ഛൻ എന്നോട് ഞാൻ അച്ഛൻ്റെ ഊന്നുവടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിലെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് മനുവേട്ടാ. കാരണം എന്നോട് മാത്രം അച്ഛനിപ്പോൾ മനസ്സ് തുറക്കാൻ കഴിയുന്നുള്ളൂ. ഭാര്യയോട് പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ മേഡം എന്ന് വിളിക്കുന്ന വൈജയന്തി, മേഡം എന്ന് വിളിക്കുന്ന എൻ്റെ അമ്മ, ഞാൻ മകളെന്നറിഞ്ഞ് മക്കളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യില്ലേ? ഒന്നും ആരോടും പറയാൻ പറ്റാണ്ട് എൻ്റെ അച്ഛൻ കിടന്ന് വിഷമിക്കല്ലേ? അച്ഛൻ എന്തോരം നാണക്കേട് അനുഭവിക്കുന്നുണ്ട്. അച്ഛൻ ഈ നാണക്കേട് അനുഭവിക്കേണ്ട കാര്യമുണ്ടോ? സംഭവിച്ചതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മനുവേട്ടൻ മാത്രമല്ല അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അലീന പൊട്ടിക്കരയിന്. അപ്പം മനു അലീനനെ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നു. വിഷമിക്കണ്ട, ഇപ്പം നിനക്ക് ഞാനും ഇല്ലേ കൂടെ എന്ന് പറയുന്നു, സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഹരിശങ്കറിനെ. അപ്പോൾ അവിടുത്തെ റിസോർട്ടിലൊരു ജോലിക്കാരനെ കണ്ടു വയ്ക്കും. ഇവിടെ മാനേജർ ഇല്ലേ, സൂപ്പർവൈസർ ഇല്ലേ,
വാച്ച്മാൻ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. ഇല്ല, അല്ല ഞാൻ തന്നെയെന്ന് പറയും. ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ടെന്ന് പറയും. ഇപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ റെഡിയാക്കി തരും എന്ന് പറയും. അപ്പോൾ പറയും പൊറോട്ടയും കാന്താരി ചിക്കനും ഒക്കെ ഗ്രില്ല് ചെയ്തൊക്കെ കൊണ്ടുതരണം എന്ന് പറയും. അതൊക്കെ തരാമെന്ന് പറയും. റൂമിന് എത്ര റെൻ്റ് എന്ന് ചോദിക്കും. അപ്പോൾ റൂമിന് 3000 രൂപ എന്ന് പറയും. റൂമൊന്നും വേണ്ട, 3000 രൂപ എടുത്ത് നമുക്ക് റൂം എടുക്കേണ്ട ആവശ്യം എന്താ എന്നാ കുട്ടി ചോദിക്കും. വെറുതെ നമുക്കൊന്ന് റിലാക്സ് ചെയ്യാമെന്ന് പറയും. അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നാലും എന്നാൽ കുറച്ച് നേരത്തേക്ക് റൂം കിട്ടുമോ എന്ന് ചോദിക്കും. അങ്ങനെ ഇവിടെ മുറിച്ച് കൊടുക്കാറില്ല, എന്നാലും സാരമില്ല എന്ന് പറയും. എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് പൈസ ഒക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആധാർ കാർഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയും. അതിനുശേഷം പിന്നെ ആ പെൺകുട്ടീനായിട്ട് ഡാൻസൊക്കെ കളിക്കുന്നത്, റീൽസൊക്കെ എടുക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ആ പെൺകുട്ടീനെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആ പെൺകുട്ടീൻ്റെ അടുത്തേക്ക് തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും കൂടി ഒന്നും സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഗംഗേട്ടൻ. ഗംഗേട്ടൻ നാട്ടിലെത്തിയെന്ന് ചോദിക്കും. ഇല്ല, ഞാനിപ്പോൾ വിവരങ്ങളൊക്കെ അറിഞ്ഞു, ഞാൻ നാട്ടിലെത്തിയിട്ടില്ല, ഞാനിപ്പോൾ ഡൽഹിയിലാണെന്ന് പറയും. അതെന്താ ഡൽഹിയിൽ ഇറങ്ങിയെന്ന് പറയും. അങ്ങനെയാണ് ടിക്കറ്റ് കിട്ടിയേക്കണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, മാലതിയുടെ ഉണ്ടോ കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും. 3 ദിവസം കഴിയും അവിടെ എത്തുമ്പോൾ എന്ന് പറയും. ശരി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്ന് പറയും. വൈജയന്തിക്ക് എന്താ പറ്റിയത് ബാലേന്ദ്ര എന്ന് ചോദിക്കും. എന്ത് പറ്റാൻ? ഞാൻ പറഞ്ഞില്ലേ, ഗംഗേട്ടൻ്റെ സഹോദരി ഒരു താടക വേഷം എടുത്ത് അണിഞ്ഞിരിക്കുകയായിരുന്നു ഇത്ര നാളും. അതിനൊരവസാനം കണ്ടു. ഒരു അഹങ്കാരത്തിന് ദൈവം കൊടുത്തൊരു കൊട്ട്. എന്തായാലും ജീവനുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി നിങ്ങളെന്ന് പറയും. ബാലചന്ദ്രൻ എന്തോ നുണക്കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറയുന്നേട്ടല്ലോ. എന്ത് നുണക്കഥ? അലീന ബാലചന്ദ്രൻ്റെ മകളാണെന്ന്. അത് സത്യമല്ലേ എന്ന് പറയും. അത് സത്യമല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് പറയും. അതെങ്ങനെ ചേട്ടനറിയാമെന്ന് ചോദിക്കും. ഞങ്ങൾ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കി വൈജയന്തിയുടെ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്നും അച്ഛൻ അതിനെ അനാഥാലയത്തിലാക്കിയെന്നും അച്ഛൻ തന്നെ അതിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നെന്നും ആ കുട്ടിയാണ് അലീന എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അത് ശരി, എന്നിട്ടാണ് അളിയൻ മിണ്ടാണ്ട് പോയത് എന്ന് ചോദിക്കും. വേറെ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾ വിചാരിച്ച് ബാലചന്ദ്രൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഒത്തു പോകുമെന്ന് വിചാരിച്ച്. എന്ത്, ആ പനയുടെ ബാക്കി ഞാൻ ഭക്ഷിക്കുമെന്നോ എന്നിങ്ങനെ പരസ്യമായി അപമാനിക്കുന്നു പറഞ്ഞപ്പോൾ ഞാനിനി ഒന്നും പറയാനില്ല. എന്നിട്ട് എൻ്റെ സഹോദരങ്ങളോട് പറയാഞ്ഞത് അലീന സ്വന്തം സഹോദരിയുടെ മോളിടുന്നുള്ള കാര്യം? എന്നാൽ പിന്നെ അവരിങ്ങനെ ഉപദ്രവിക്കുമോ അലീനനെ എന്ന് ചോദിക്കും. എന്തായാലും ഞാൻ നാട്ടിലേക്ക് വരില്ലേ ബാലേന്ദ്ര, ഞാൻ വരട്ടെ എന്ന് പറയും. ശരി ശരി, വന്നിട്ട് കാണാമെന്ന് പറയും. അങ്ങനെ ഫോൺ വയ്ക്കിന് ഗംഗേട്ടൻ. അങ്ങനെ ഗംഗേട്ടൻ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും. കാരണം സഹോദരങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിയണം എന്ന് തന്നെയാണ് ബാലചന്ദ്രനും വിശ്വസിക്കുന്നത്. ഇനിയിപ്പോൾ വൈജയന്തി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ജീവച്ചവം പോലെ കെടുക്കല്ലേ വൈജയന്തി. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്നുള്ളൊരു നിലയ്ക്ക് തന്നെ നിൽക്കുന്ന ബാലചന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.